ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ. പലരും തമാശയായി ഇത് പറയാറുണ്ട്. UAE-യിലാണെങ്കിൽ ഇത് നടക്കും. മാത്രമല്ല, ലീവ് എടുത്താൽ നിങ്ങൾക്ക് ശമ്പളവും കിട്ടും. അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് UAE സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. UAE-യിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസം നൽകുന്ന നിയമ ഭേദഗതി പാസാക്കിയിട്ടുണ്ട്. രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളോ മഹാവ്യാധികളോ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ രോഗബാധ ഉണ്ടാകുന്ന തൊഴിലാളികൾക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടാതെ ലീവ് എടുക്കാൻ ഇനി മുതൽ സാധിക്കും. UAE ഫെഡറൽ നാഷണൽ കൗൺസിലാണ് ഈ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനുള്ള ഫെഡറൽ നിയമത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് UAE സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാജ്യത്തെ പൊതുജനാരോഗ്യ സംവിധാനം ശക്തമാക്കുന്നത് വഴി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മഹാമാരികൾ കാരണം തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടി ഇതുവഴി നടപ്പാക്കുന്നുണ്ട്. കൂടാതെ UAE-യിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനും നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു നീക്കം കൂടിയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇതിനൊപ്പം തന്നെ രോഗബാധിതരാകുന്ന ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ നിയമം സഹായിക്കും. ഇനി പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഈ നിയമത്തിലൂടെ സാധിക്കും. ഈ നിയമ ഭേദഗതിയിലെ ഏറ്റവും പ്രധാന കാര്യം എന്നത് ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വവും സാമ്പത്തിക ഭദ്രതയുമാണ്. ഒരു പകർച്ചവ്യാധിയോ മഹാമാരിയോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു ജീവനക്കാരന് രോഗം സ്ഥിരീകരിച്ചാൽ യാതൊരു കാരണവശാലും ജോലി സ്ഥലത്ത് വരാൻ പാടുള്ളതല്ല എന്ന് നിയമം പറയുന്നു. ഇതെല്ലാവരും കൃത്യമായി പാലിക്കുകയും വേണം. മാത്രമല്ല, രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നത് തടയാൻ വേണ്ടിയാണ് ഈ മുൻകരുതൽ. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലിക്ക് വരാതിരുന്നാൽ ശമ്പളം നഷ്ടപ്പെടുമെന്ന പേടി തൊഴിലാളികൾക്കുണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ പലരും രോഗവിവരങ്ങൾ മറച്ചുവെച്ച് ജോലിക്ക് എത്തുകയും ചെയ്യും. എന്നാൽ ഇനി ഈ നിയമം അനുസരിച്ച് രോഗമുണ്ടായാൽ ജോലിക്ക് വരാൻ പാടില്ല. രോഗബാധയെ തുടർന്ന് ജീവനക്കാരൻ ജോലിയിൽ വന്നിട്ടില്ലെങ്കിൽ ശമ്പളത്തെയോ വേതനത്തെയോ യാതൊരു തരത്തിലും ഇത് ബാധിക്കില്ല. നിയമപരമായ മറ്റ് ലീവ് ആനുകൂല്യങ്ങളിൽ നിന്നും ഈ ദിവസങ്ങൾ കുറയ്ക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശം ഉണ്ടായിരിക്കില്ല എന്നും നിയമം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ നിയമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി സർക്കാർ നൽകുന്ന ഐസൊലേഷൻ നിയമങ്ങൾ പാലിക്കുന്ന തൊഴിലാളികൾക്ക് യാതൊരുവിധ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകില്ലെന്ന് ഈ നിയമം ഉറപ്പു നൽകുന്നു. ഇനി രോഗബാധിതരായ ജീവനക്കാരെ നിർബന്ധപൂർവ്വം ജോലിയിൽ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ തൊഴിലുടമകൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും. നോക്കൂ, നമ്മളെല്ലാവരും കോവിഡിനെ അതിജീവിച്ചവരാണ്. കോവിഡ് കാലം എങ്ങനെയാണ് കടന്നുപോയതെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. ചൈനയിലെ ഒരു ലാബിൽ നിന്നാണ് കോവിഡ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. അത് ലോകം മുഴുവൻ വ്യാപിച്ചു. എങ്ങനെയാണ് ഇത് ലോകം മുഴുവൻ വ്യാപിച്ചത്? ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ വിമാന സർവീസുകൾക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. യാത്രാരേഖകളും കയ്യിൽ കാശും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയും ആർക്കും സഞ്ചരിക്കാവുന്നൊരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട ആ വൈറസ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെ എത്തി. നമ്മളെല്ലാവരും അത് അതിജീവിച്ചവരാണ്. കോവിഡ് കാലം എത്ര കഠിനമായിരുന്നുവെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കോവിഡ് ഒരു പകർച്ചവ്യാധിയായിരുന്നു. മറ്റുള്ളവരിൽ നിന്നത് വളരെ എളുപ്പത്തിലാണ് പടർന്നു പിടിച്ചത്. അതുകൊണ്ട് എന്തെല്ലാം നാശനഷ്ടമാണ് ലോകത്തിനുണ്ടായത്. അത്തരത്തിലൊരു കോവിഡ് കാലം നമ്മുടെയൊക്കെ മുൻപിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയമം എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും വലിയ പ്രയോജനം ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. ഇപ്പൊ തന്നെ കോങ്കോയിൽ എബോള വൈറസ് പടർന്നു പിടിക്കുന്നുണ്ട്. മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും കോങ്കോയിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ UAE, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. കാരണം ഈ വൈറസ് വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുള്ളത് ഒന്നാണ്. പലർക്കും ഇതുപോലെയുള്ള പകർച്ചവ്യാധികളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ശമ്പളം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. മിക്ക ആൾക്കാരും മാസ ബജറ്റ് ഉണ്ടാക്കി കണക്ക് കൂട്ടിയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതുപോലെ എന്തെങ്കിലും അസുഖവും മറ്റുമൊക്കെ ഉണ്ടായാൽ ഇത് മറച്ചുവെച്ച് തൊഴിലാളികൾ ജോലിക്ക് എത്താറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് UAE ശ്രമിക്കുന്നത്. എന്തുകൊണ്ടും UAE-യുടെ തീരുമാനം ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് പുത്തൻ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന വിപ്ലവകരമായ ഒരു നിയമപരിഷ്കാരമാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്രതീക്ഷിതമായി എത്തുന്ന രോഗബാധകളോ മഹാമാരികളോ ഇനി നിങ്ങളുടെ പോക്കറ്റ് ചോർത്തില്ല. ജോലി നഷ്ടപ്പെടുമെന്നോ ശമ്പളം മുടങ്ങുമെന്നോ ഉള്ള ആശങ്കകൾക്ക് വിരാമം വിട്ടുകൊണ്ട് തൊഴിലാളികളുടെ ആരോഗ്യത്തിനും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ഒരുപോലെ മുൻഗണന നൽകുന്ന ഒരു നല്ല തീരുമാനമാണിത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ UAE സർക്കാർ എക്കാലവും മാതൃകാപരമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ നിയമപരിഷ്കരണത്തിലൂടെ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാൻ UAE-ക്ക് സാധിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഈ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും പൊതുജനാരോഗ്യത്തിനും പുതിയ കരുത്ത് പകരുന്നത് കൂടിയാണ്. ജീവനക്കാരുടെ ആരോഗ്യവും മാനസിക സമാധാനവുമാണ് ഏതൊരു രാജ്യത്തിന്റെയും യഥാർത്ഥ സമ്പത്തെന്ന് അടിവരയിടുന്നതാണ് ചരിത്രപരമായ ഈ ചുവടുവെപ്പ്. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ഇതൊരു മികച്ച മാതൃകയായി മാറും.